ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോട് അനുബന്ധമായി പുറത്തു വന്നിട്ടുള്ള നടിമാരുടെ തുറന്നു പറച്ചിലുകളുമൊക്കെ ഓരോ ദിവസം കഴിയും തോറും മലയാള സിനിമയിൽ ഇങ്ങനെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പക്ഷേ സിനിമയിൽ മാത്രമുള്ളതല്ല ഇത്തരം കാര്യങ്ങളെന്ന് പറയുകയാണ് നടി സാധിക വേണുഗോപാൽ. സിനിമയിലും സീരിയലിലും ഒരുപോലെ തന്നെ സജീവമാണ് സാധിക വേണുഗോപാൽ. ഇതിനു പുറമേ തന്നെ സ്റ്റേജ് ഷോകളിലും സ്കിറ്റുകളിലുമൊക്കെ അഭിനയിക്കുന്ന താരം കൂടിയാണ് സാധിക. സിനിമയിലോ മറ്റോ അഭിനയിക്കുവാൻ ഡേറ്റ് ചോദിച്ചെല്ലാം തീരുമാനിച്ചതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അഡ്ജസ്റ്റ്മെന്റിന് സമീപിക്കുകയെന്നാണ് സാധിക പറയുന്നത്. അതിനൊന്നും നമുക്ക് പറ്റില്ല എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തന്നെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്ന ആ പരിപാടിയുമില്ലെന്ന് നമ്മളോട് പറയും. മറ്റു പല പരിപാടികളുമൊക്കെ ഒഴിവാക്കിയിട്ടാകും ഒരു കൂട്ടർക്ക് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത്. അവർ ആ ഒരു പ്രോജക്റ്റ് വേണ്ട എന്ന് വെക്കുന്നതോടെ നമുക്ക് കൂടുതൽ സങ്കടമാവും. സാമ്പത്തികപരമായും മാനസികപരമായും നമ്മളെ ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കുമെന്നാണ് സാധിക വേണുഗോപാൽ പറയുന്നത്. എന്നാൽ പക്ഷേ സത്യത്തിൽ ഉദ്ഘാടനത്തിന് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചവർ പോലും മറ്റു പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഒരുക്കമാണോ എന്ന് തന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് സാധിക വേണുഗോപാൽ. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി സാധിക. എന്നാൽ പക്ഷേ എല്ലാവരും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നേരിട്ട് വന്ന് കൂടെ കിടക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കാറില്ല എന്നും സാധിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ആളുകളും പല രീതിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളോട് ചോദിക്കുന്നത്. പലരും പലതരത്തിലുള്ള സമീപനമാകും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് കാണിക്കുന്നതും എന്നും സാധിക പറയുന്നുണ്ട്. ചിലർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നേരിട്ട് ആർട്ടിസ്റ്റുകളോട് ചോദിക്കുവാൻ മടിയുണ്ടാകും. അവരാകട്ടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അത്തരത്തിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ പറ്റിയും സാധിക ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. തനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമല്ല ഇതെന്നും ഫോണിൽ കൂടിയാണ് തനിക്ക് ഇത്തരം ഒരു മോശം സമീപനം ഉണ്ടായതെന്നുമാണ് സാധിക വെളിപ്പെടുത്തുന്നത്. ഒരിക്കൽ ഒരു ഉദ്ഘാടനത്തിനായി തനിക്ക് അങ്ങനെ ഒരു കോൾ വന്നിരുന്നുവെന്നും സാധിക പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഒരാൾ ഒരു പരിപാടിയെക്കുറിച്ച് സംസാരിക്കവേ ഫോണിലൂടെ ചോദിച്ചപ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേട്ടാ വേണ്ടത് എന്ന് താൻ അങ്ങോട്ട് ചോദിച്ചു. പൈസയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ ചേട്ടാ എന്ന് താൻ അങ്ങോട്ട് ചോദിച്ചുവെന്നും സാധിക വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പക്ഷേ തന്റെ ചോദ്യം കേട്ടിട്ട് അങ്ങനെയല്ല എന്നും അയാൾ പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് ചേട്ടാ വേണ്ടതെന്ന് താൻ വീണ്ടും ചോദിച്ചു. വേണമെങ്കിൽ പൈസ കുറച്ച് തന്നാൽ മതി, വർക്ക് ചെയ്യുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അവർക്ക് പൈസ എത്രയായാലും പ്രശ്നമില്ല എന്നും മറ്റ് ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്ന സമീപനമായിരുന്നു തന്നോട് വെച്ചതെന്നുമാണ് സാധിക പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ അഭിനയിക്കുവാൻ വിളിച്ച് ഡേറ്റും ബാക്കി കാര്യങ്ങളുമെല്ലാം അവർ തന്നെയാണ് തീരുമാനിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഈ ഒരു കാര്യം നമ്മളോട് ചോദിക്കുന്നത്. എന്നാൽ പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർ നമ്മളെ അങ്ങ് ആ പ്രോജക്റ്റിൽ നിന്ന് തന്നെ മാറ്റുമെന്നും സാധിക വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടമെന്നുമാണ് സാധിക പറയുന്നത്. ഡേറ്റ് കൊടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വന്നാൽ അവസാന നിമിഷം നമ്മളെ അവർ ആ ഒരു പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും മാറ്റിക്കളയും. പിന്നെ ഒരു വർക്കിന് വേണ്ടി ഒരാൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമുണ്ടാവുക ഈ ഒരു സംഭവമായിരിക്കുമെന്നും സാധിക കൂട്ടിച്ചേർക്കുകയാണ്. എന്നാൽ പക്ഷേ സിനിമാ രംഗത്ത് മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇത്തരത്തിലുള്ള മോശം സമീപനങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരാറുണ്ടെന്നാണ് സാധിക പറയുന്നത്. ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് സിനിമാക്കാരല്ലോ എന്നും സാധിക കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണർക്ക് സാധികയോട് ഇത്തിരി താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഒരാൾ ഉദ്ഘാടനത്തിനായി തന്നെ വിളിച്ചുവെന്നും സാധിക പറയുന്നുണ്ട്. അത്തരത്തിലൊരു കോൾ വന്നപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരെ കൊണ്ട് നിങ്ങളത് ചെയ്തോളൂ, തനിക്ക് താല്പര്യമില്ല എന്ന് താൻ തിരികെ പറഞ്ഞുവെന്നും സാധിക അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുമ്പോൾ മാത്രമല്ല പുറത്ത് ഷോയ്ക്ക് പോകുമ്പോഴും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരുണ്ടെന്നും സാധിക കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് പരിപാടികൾക്കായി വിളിക്കുമ്പോൾ ആദ്യം തന്നെ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് താൻ തയ്യാറല്ല എന്നും അത് കുഴപ്പമില്ല എങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ഓക്കെയാണെന്നും അങ്ങോട്ടേക്കായി പറയേണ്ടി വരുന്ന അവസ്ഥയാണെന്നും സാധിക പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ തങ്ങൾക്ക് ലഭിക്കുന്ന പേയ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുവാൻ തങ്ങൾ ആർട്ടിസ്റ്റുകൾ തയ്യാറാണെന്നും സാധിക പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്നെ പോലെയുള്ളവർക്ക് ഉദ്ഘാടനങ്ങൾക്കൊക്കെ വളരെ ചെറിയ തുക മാത്രമേ ലഭിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്താറില്ല എന്നുമാണ് സാധിക പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.